ഉണ്ണിയുടെ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കട്ടപ്പനയിലുള്ള നരിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നരിയമ്പാറയിൽ ഒരു പഴയ കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജ് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട്. നമ്മൾ ഇന്ന് പോകുന്നത് കോളേജ് മലയിലേക്കാണ്. കട്ടപ്പനയ്ക്കടുത്ത് നരിയമ്പാറ എന്ന സ്ഥലത്താണ് കോളേജ് മല. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററും നരിയമ്പാറയിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് കോളേജ് മലയിലേക്കുള്ള ദൂരം. കുറച്ച് ദൂരം വഴി ടാറിംഗ് ആണെങ്കിലും ബാക്കി ഭാഗം മൺവഴിയാണുള്ളത്. 15ഓളം ഹെയർപിൻ വളവുകൾ ഈ വഴിക്കുണ്ട്. ഏറ്റവും മുകളിലെത്തിയാൽ ആദ്യം കാണുന്നത് ശബരിഗിരി ക്ഷേത്രമാണ്. കോളേജ് മലയിലെ മറ്റൊരു ആകർഷണമാണ് ശബരിഗിരി ക്ഷേത്രം. ശബരിഗിരി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാണ് ശബരിഗിരി കോളേജ്. DBS കോളേജ് എന്നും ഈ കോളേജ് അറിയപ്പെട്ടിരുന്നു. ഏകദേശം 3000 അടിക്ക് മുകളിലാണ് ശബരിഗിരി ക്ഷേത്രവും കോളേജും സ്ഥിതി ചെയ്യുന്നത്. 1970 പ്രവർത്തനം ആരംഭിക്കുകയും 1977 ഈ കോളേജ് അടച്ചുപൂട്ടുകയുമാണ് ഉണ്ടായത്. 7 വർഷത്തോളം മാത്രമാണ് ഈ കോളേജ് പ്രവർത്തിച്ചത്. 1970 ഈ കോളേജ് ആരംഭിക്കുമ്പോൾ ഇത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1972 ഇടുക്കി ജില്ല രൂപപ്പെട്ടതിന് ശേഷമാണ് ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗമായത്. ദേവസ്വം ബോർഡിന് കീഴിലുണ്ടായിരുന്ന 4 കോളേജുകളിൽ ഒന്നായിരുന്നു ശബരിഗിരി കോളേജ്. ഈ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് കട്ടപ്പന അത്ര വലിയ പട്ടണമൊന്നുമല്ലായിരുന്നു. മല കയറി ഈ കോളേജിൽ എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മലമുകളിലെ കോടമഞ്ഞും മഴയും കാട്ടുമൃഗങ്ങളുടെ ശല്യവുമെല്ലാം വിദ്യാർത്ഥികളെ ഏറെ കഷ്ടപ്പെടുത്തിയിരുന്നു. കോളേജിലേക്ക് എത്താൻ നല്ല വഴിയില്ലാതിരുന്നതാണ് മറ്റൊരു പ്രശ്നം. വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരം ചെയ്യുകയും ഏറെ വൈകാതെ തന്നെ ഈ കോളേജ് അടച്ചുപൂട്ടുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കോളേജിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബ്ലാക്ക് ബോർഡുകളും അതിൽ കുറേ പേരുകളുമെല്ലാം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. ഒരു കാലത്ത് ഈ നടകളൊക്കെ വിദ്യാർത്ഥികൾ കൈയടക്കിയിരുന്നു. ഒരുമിച്ചിരുന്ന് പഠിക്കാനും കൂട്ടുകാരോടൊപ്പം സംസാരിക്കാനുമെല്ലാം ഈ നടയുടെ വശങ്ങളും നടയുമൊക്കെ ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. 7 വർഷം മാത്രമാണ് ഈ കോളേജ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും എത്രയെത്ര ആഘോഷങ്ങൾ ഈ കോളേജിൽ നടന്നിട്ടുണ്ടാവാം. ഒരുപാട് നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാകാം ഈ കോളേജ് മല. ഇങ്ങനെയുള്ള ഒരു കോളേജൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാന്ന് ഓർക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നരിയമ്പാറ സ്കൂളും നരിയമ്പാറ പള്ളിയുമൊക്കെ ഇവിടെ നിന്ന് നന്നായി കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ അരികിലുള്ള വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കട്ടപ്പന ടൗൺ വളരെ നന്നായി കാണാൻ സാധിക്കും. കൂടാതെ പച്ചവിരിച്ച പാടങ്ങളും നരിയമ്പാറയിലെ ഓർത്തഡോക്സ് പള്ളിയും ഇടുക്കി ജലാശയവുമെല്ലാം ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. മഞ്ഞണിഞ്ഞ പാഞ്ചാലിമലയാണ് മറ്റൊരു മനോഹരമായ കാഴ്ച. കൂടാതെ മേട്ടുക്കുഴിമെട്ടും കുന്തളം പാറമലയും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. കോളേജ് മലയും കോളേജ് മലയിലെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.